എല്ലാവർക്കും നമസ്കാരം. ജോസ്നാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയാണ്. അതും റേഷൻ അരി വെച്ചിട്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട്. അപ്പോൾ അരി ഞാൻ ദേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് അളവിനാണ് കേട്ടോ ഞാനിപ്പോഴും അരി എടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് അരിക്ക് ഞാൻ ഇവിടെ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കാം. ഇപ്പം ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്ന് വയ്ക്കാം. അപ്പോൾ മുട്ട അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിത് ഈ ഇലക്ട്രിക് കുക്കറിലാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും ബിരിയാണി കുക്കർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലാത്തൊരു ബിരിയാണി വെക്കുമ്പോൾ ചോറ് വെന്ത് പോകുന്നു എന്നൊക്കെ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഇതുപോലൊരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്താണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ എടുത്തേക്കുന്ന 2 ഗ്ലാസ് അരിക്ക് ഞാൻ ഈ ഗ്ലാസ്സിന് തന്നെ വെള്ളം അളന്ന് ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം. ആ വെള്ളം കൃത്യമായിരിക്കും ഇതിനകത്ത്. ഇത് നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാകമായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ കുക്കർ തന്നെ ഓഫായിക്കോളും. പിന്നെ നമ്മൾ അതിനകത്തേക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം വയ്ക്കാം. ഓക്കെ, അപ്പം ഞാനിതിനകത്ത് വെള്ളം അളന്ന് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കാണാം. ക്ലോസ് ആക്കണ്ടേ. ഇപ്പം നമ്മുടെ മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരി വേവിക്കാൻ വെച്ചിരുന്ന വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പട്ട, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, നമ്മൾ മുട്ടയുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. അതിന് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. വളരെ കുറച്ച് ഓയിൽ മതി, കാരണം നമ്മൾ റൈസിനകത്ത് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ പാകത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ.
പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവോള കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി ഇതും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി കുറച്ച്, ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, ഒരുപാട് ചേർക്കുന്നില്ല. നമ്മുടെ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നടുവേ മുറിച്ച് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗ്രേവിയിലിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മുട്ടയിലേക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കുന്നത് വരെ. നമ്മൾ മുട്ട ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. റോസ്റ്റ് പരുവത്തിലുണ്ടാക്കിയാൽ മതി. ചോറ് ഏതാണ്ട് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുട്ടയും കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കൂടി നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാമേ. നമുക്കിതൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിനി കുറച്ച് നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ നമുക്കില്ല ഇത് വാങ്ങാൻ നേരത്ത് കുറച്ച് നെയ്യൊന്നൊഴിച്ച് ഇളക്കി വാങ്ങാം. ഓണാകത്തെ ഇപ്പോഴാണായി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്തോളാം. നമ്മുടെ ബിരിയാണി എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. എന്താ ഇവിടെ കാണിച്ചു തരാവേ. ഇത് താത്തിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ റൈസ് വെന്ത് കഴിയുമ്പോൾ റൈസ് വെന്ത് വെള്ളം വറ്റിയ റൈസ് വേകുന്നതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇത് തന്നെ ഇത് മുകളിലേക്ക് ഇങ്ങനെ ആയി വരും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ പറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. മുട്ട ഉടഞ്ഞു പോകാതെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിനി ഒഴിക്കുന്ന വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ പാകത്തിനുള്ള വേവ് തന്നെയായിരിക്കും അരിക്ക്. നമുക്ക് കുറച്ചുകൂടെ വേവിച്ചെടുക്കാമെന്ന് വെച്ചാലും ആ കൃത്യം അരിയുടെ വേവിനനുസരിച്ച് അത് തനിയെ വെന്ത് വന്നോളും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് സാധാരണ ബിരിയാണിക്ക് നമ്മൾ എടുക്കുന്ന നാരങ്ങ അച്ചാറും തൈരിട്ടിട്ടുള്ള സലാഡും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, സർലാസ്. അപ്പോൾ നമുക്ക് നല്ല ചൂട് ബിരിയാണി നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാവേ. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും താമസം വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ഒരു കുക്കർ ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന സാധാരണ കുക്കറിൽ ഇതേ അളവും ഒക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നോക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടത്തേക്കോ ഒക്കെ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.